ഇന്ന് ബട്ടർ സ്കോച്ച് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓവൺ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടില് ബട്ടർ സ്കോച്ച് കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കിച്ചണിൽ പോകാം. അപ്പോൾ ഞാൻ അതിനായിട്ട് 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടെ എടുത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇപ്പൊ ഇത് 3 വട്ടം അരിച്ചെടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ 1 വട്ടം അരിച്ചെടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ബീറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ ബട്ടർ എസൻസും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതിനായിട്ട് ഞാൻ വലിയ മുട്ടയാണെങ്കിൽ 3 മുട്ട എടുത്താൽ മതി. ഞാൻ ചെറിയ മുട്ട ആയതുകൊണ്ടാണ് 4 മുട്ട എടുത്തത്. നോർമൽ റൂം ടെമ്പറേച്ചറിലായ മുട്ട വേണം എടുക്കാൻ. എല്ലാ സാധനങ്ങളും അതുപോലെ റൂം ടെമ്പറേച്ചറിലായത് മാത്രമേ എടുക്കാവൂ. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാരയല്ല, ചെറിയ തരികളുള്ള പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ അതെടുത്ത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതിനെടുക്കുന്ന പാത്രങ്ങളെല്ലാം വെള്ളം നനവ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. കംപ്ലീറ്റ് ആയിട്ട് വെള്ളം നനവ് മാറ്റിയിട്ട് മാത്രമേ നമ്മൾ കേക്കിനായിട്ട് ബാറ്റർ എല്ലാ കാര്യങ്ങളും മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഈ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ല വൈറ്റ് പോലെ വരുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ക്രീം പോലെ വരും. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആവുന്നത്. ഇപ്പം ഇത് നല്ലതുപോലെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലായ ബട്ടറാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. തണുപ്പായിട്ട് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ഇനി ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി, ലോ സ്പീഡിലിട്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഫ്ലോർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് കട്ട് ആൻഡ് ഫോൾഡർ മോഡൽ മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ ഉള്ള ഒരു കേക്കിൽ ഞാൻ അതുപോലെയാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇതിന് ചെറുതായിട്ടൊരു കട്ടിയുണ്ട്, അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ, നോർമൽ ടെമ്പറേച്ചറിലായ പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ വേണം നമ്മൾ പൊടി കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്കിത് നമ്മളുടെ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിൽ ഞാനൊരു ബട്ടർ പേപ്പർ മാത്രമാണ് വെച്ച് കൊടുത്തേക്കുന്നത്, ഓയിലൊന്നും സ്പ്രെഡ് ചെയ്തിട്ടില്ല. അപ്പോൾ കേക്ക് ടിന്നിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ട്, പോവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 40 മിനിറ്റ് ഇതിലിരുന്ന് ബേക്കായി വരണം. ഇപ്പം 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചൂടൊക്കെ മാറി വരുന്ന സമയത്തിന് നമുക്കിതിന് വേണ്ടിയ പ്രലയൻ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കാഷ്നട്ടാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാം. ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം എപ്പോഴും ഇത് മെൽറ്റ് ചെയ്തെടുക്കാൻ. ഇത് കരിഞ്ഞു പോയാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടെ നിന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കണം. നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരണം. ഇപ്പം ഇത് നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇപ്പം ഇത് നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് പരത്തി കൊടുക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ ക്രിസ്പി ആയി കിട്ടും. ഇപ്പോൾ ഇത് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഒടിച്ചെടുത്ത് പൊടിച്ച് വെക്കണം. ഒന്ന് ഇടിച്ചൊക്കെ ഒന്ന് പൊടിച്ച് വെച്ചാൽ മതി. ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിനു വേണ്ടി സോസ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതും ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഇപ്പം മെൽറ്റായി വന്നതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം നല്ലതുപോലെ മെൽറ്റ് ആയതിനു ശേഷം ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും ആണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അന്നേരം ഒന്ന് കട്ടിയാവും, പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ തിക്കായിട്ട് വരും. ഈ സമയത്തിന് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം വിപ്പിംഗ് ക്രീം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ്, ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറി വരുന്നിടം വരെ നമുക്കിനി വെയിറ്റ് ചെയ്യാം. ആ സമയത്തിന് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പിൻ്റെ 2 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പിനാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇതിനകത്തോട്ട് ഞാനിവിടെ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ ലിക്വിഡ് കളറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലതുപോലെ ബീറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് സ്റ്റിഫായി വരുമ്പോഴത്തേക്ക് ബീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യുക. ഇനിയും ബീറ്റ് ചെയ്താൽ ഇത് വെള്ളമായി പോകും. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആദ്യത്തെ മുകൾ ഭാഗത്തെ ലെയർ വെച്ച് കൊടുത്ത് ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. അതായത് ഒന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് നമ്മൾ എത്ര ഷുഗർ എടുക്കുന്നോ അതിന് ഇരട്ടി വെള്ളം എടുത്തിട്ട് തിളപ്പിച്ചിട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് മുകൾ ഭാഗത്തായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തു. കുറേശ്ശെ എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രളയം റെഡിയാക്കിയതും കൂടെ കുറേശ്ശെ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് സോസ് ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം കൂടെ എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഏറ്റവും ലാസ്റ്റിലുള്ള ലെയറും കൂടെ ഇതിൽ വെച്ച് കൊടുത്തു. ഏറ്റവും അടിഭാഗത്തെ ലെയർ കൂടെ വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക ഷുഗർ സിറപ്പ് വെച്ചിട്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തൂടെ ഈ വിപ്പിംഗ് ക്രീം എല്ലായിടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരുവിധം എല്ലായിടും സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ഇപ്പോൾ 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മേൽഭാഗത്തായിട്ട് വീണ്ടും വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സൈഡും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്തെടുക്കുക. അതിൻ്റെ ക്രീം ഫില്ല് ചെയ്തെടുക്കുക. അതിന് താഴ്ഭാഗത്ത് എല്ലാം ഒരു ലെയറായിട്ട് ഞാൻ നമ്മുടെ പ്രളയം കൊടുത്തിട്ടുണ്ട്. മേൽഭാഗത്തായിട്ട് ഞാൻ കുറച്ച് സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഡെക്കറേഷൻ നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് കൊടുക്കാം. പൈപ്പിംഗ് ബാഗിലാക്കി ഇതുപോലെ ഒരു ഡെക്കറേഷനാണ് ഞാനിപ്പോൾ ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.